ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ സർക്കാർ ആശുപത്രികളിലും ആയുഷ് മിഷനിലും ഗ്രാമപഞ്ചായത്തിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വർക്കല ഗവൺമെൻറ് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ആയുർവേദ ഫാർമസിസ്റ്റ്, ഫാർമസി അറ്റൻഡർ, ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത്. പ്രായപരിധി വരുന്നത് 50 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 5 ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ രാവിലെ 10 മണിക്ക് നേരിട്ട് അഭിമുഖത്തിന് ഹാജരാകണം. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് അസബ് കേരളയുടെ വിഴിഞ്ഞം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ബിരുദധാരികൾക്ക് 1 വർഷത്തെ ഇന്റേൺഷിപ്പിന് അവസരമുണ്ട്. പ്രതിമാസം 12,500 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. പ്രായപരിധി 30 വയസ്സിൽ താഴെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക. അവസാന തീയതി വരുന്നത് ഫെബ്രുവരി 5 വരെയാണ്. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ പ്രോജക്റ്റ് അസിസ്റ്റന്റിനെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട്. പട്ടികജാതി വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. ഫെബ്രുവരി 4 രാവിലെ 11 മണിക്ക് ബയോഡേറ്റയും അസൽ രേഖകളുമായി പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകണം. യോഗ്യത: സംസ്ഥാന സാങ്കേതിക പരീക്ഷ കൺട്രോളർ, സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ കേരള സർവകലാശാല അംഗീകരിച്ച ബിരുദവും 1 വർഷത്തിൽ കുറയാത്ത അംഗീകൃത ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ PGDCAയോ പാസ്സായിരിക്കണം. പ്രായം 2026 ജനുവരി 1 18 33 ഇടയിലാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി ഇടുക്കിയിൽ അനസ്തേഷ്യ ടെക്നീഷ്യനെ നിയമിക്കുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ ഫെബ്രുവരി 2 രാവിലെ 11 മണിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിൻ്റെ ചേംബറിൽ നടത്തും. യോഗ്യത: അനസ്തേഷ്യ ടെക്നോളജി ഡിപ്ലോമ അല്ലെങ്കിൽ സയൻസ് മുഖ്യ വിഷയമായി +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനാണ്. ഒഴിവാണ് വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വെർച്വൽ തൊഴിൽമേള ജനുവരി 31 നടക്കുന്നുണ്ട്. താനൂർ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. 2 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് വന്നിട്ടുള്ളത്. ജില്ലയിലെ SDPK സെൻ്ററുകളായ കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജ്, മഞ്ചേരി ഏർനാട് നോളജ് സിറ്റി, താനൂർ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും വെർച്വൽ തൊഴിൽമേള നടക്കും. ഉദ്യോഗാർത്ഥികൾ സർക്കാർ പോർട്ടലായ DWMS മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. സൗകര്യപ്രദമായ സെൻറ്റർ തിരഞ്ഞെടുക്കുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കായി 2725 ഒഴിവുകൾ, ITI യോഗ്യതയുള്ളവർക്കായി 31,984 ഒഴിവുകൾ, +2 യോഗ്യതയുള്ളവർക്കായി 7,522 ഒഴിവുകൾ, ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കായി 19,215 ഒഴിവുകൾ, ബിരുദധാരികൾ നോൺ ടെക്നിക്കൽ 9,903 ഒഴിവുകൾ, ബിരുദധാരികൾ ടെക്നിക്കൽ 3,895 ഒഴിവുകൾ, ആരോഗ്യ മേഖലയിൽ 3000 ഒഴിവുകൾ, ബിരുദാനന്തര ബിരുദധാരികൾക്കായി 22 ഒഴിവുകൾ എന്നിവയ്ക്ക് പുറമെ റിക്രൂട്ട്, ട്രെയിൻ ആൻഡ് ഡിപ്ലോയ് എന്ന പദ്ധതിയിലെ 1,27,827 തൊഴിലൊഴിവുകളടക്കം 2 ലക്ഷത്തിലേറെ തൊഴിലൊഴിവുകളാണ് ഈ ആഴ്ചയിലെ മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. പൂർണ്ണമായും ഓൺലൈൻ രീതിയിലാണ് മേള നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അതാത് ബ്ലോക്കുകളിലും നഗരസഭകളിലും പ്രവർത്തിക്കുന്ന ജോബ് സ്റ്റേഷനുകളിലും ഗ്രാമപഞ്ചായത്തുകളിലെ ഫെസിലിറ്റേഷൻ സെൻ്ററുകളിലും ലഭ്യമാണ്. അടുത്തത് നാഷണൽ ആയുഷ് മിഷൻ കണ്ണൂരിന് കീഴിലുള്ള വിവിധ ആയുർവേദ ഹോമിയോ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വിവിധ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം ഫെബ്രുവരി 3 2026 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം PG മെഡിക്കൽ ഓഫീസർ ഹോമിയോപ്പതി പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് നാഷണൽ മെഡിക്കൽ കൗൺസിൽസ് അപ്രൂവ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. സാലറി 43,943 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിൽ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗവൺമെൻറ് ഓഫ് കേരള കണ്ടക്ട് ചെയ്തിട്ടുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സാണ്. 14,700 രൂപയാണ് സാലറി ലഭിക്കുക.
അടുത്തത് ഫിസിയോതെറാപ്പി അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഫിസിയോതെറാപ്പി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ANM അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനാണ്. GNM ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. സാലറി വരുന്നത് 13,500 രൂപയാണ്. അടുത്തത് മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. GNM നഴ്സിംഗ് വിത്ത് കമ്പ്യൂട്ടർ നോളജാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സാലറി 15,000 രൂപയാണ്. അടുത്തത് പഞ്ചകർമ്മ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. +2 വിത്ത് എക്സ്പീരിയൻസ് ഇൻ പഞ്ചകർമ്മയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സാലറി 13,500 രൂപയാണ് ലഭിക്കുക. അടുത്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MSc സൈക്കോളജി വിത്ത് RTA രജിസ്ട്രേഷനാണ്. സാലറി വരുന്നത് 30,000 രൂപയാണ്. അടുത്തത് ഫാർമസിസ്റ്റ് ഹോമിയോപ്പതി തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. CCP അല്ലെങ്കിൽ NCP അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സാലറി 14,700 രൂപയാണ്. അപ്പോൾ ഈ എല്ലാ പോസ്റ്റിലേക്കും ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. അപ്പോൾ പ്രസ്തുത തസ്തികയിലേക്കുള്ള അപേക്ഷയ്ക്കൊപ്പം പ്രായം, യോഗ്യത എന്നിവ തെളിയിക്കാൻ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സമർപ്പിക്കണം. കണ്ണൂർ സിവിൽ സ്റ്റേഷനിൽ B ബ്ലോക്ക് 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഓഫീസിൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് നേരിട്ടോ തപാൽ മുഖേനയോ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ പ്രവൃത്തി സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 3/2/2026 വൈകിട്ട് 5 മണി വരെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.